നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഹൈക്കോർട്ട് ഓഫ് മദ്രാസിന് കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 11/7/2024 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ അവസാന തീയതി ഇന്നാണ്. 18/7/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഇന്നലെ തന്നെ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഒരു ഹൈക്കോർട്ട് ഓഫ് മദ്രാസിൻ്റെ വെബ്സൈറ്റ് നിങ്ങളൊന്ന് നോക്കുക. www.mhc.tn.government.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ അയക്കേണ്ടതായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ടെക്നിക്കൽ മാൻ പവറിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. 15,000 രൂപയാണ് ഇതിലേക്ക് സാലറി ആയിട്ട് ലഭിക്കുക. അപ്പോൾ 298ഓളം വേക്കൻസികൾ ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വിവിധ ജില്ലകളിലേക്കായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഏതാണ്ട് വിവിധ ജില്ലകളിലേക്ക് 39ഓളം ജില്ലകളിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ടോട്ടൽ 298ഓളം ഒഴിവുകളുണ്ട്. നിങ്ങളിതിൻ്റെ നോക്കിയിട്ട് ഇതൊരു PDF നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വെബ്സൈറ്റിൽ പോകുന്ന സമയത്ത് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 35 വയസ്സാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 10/7/2024 വെച്ചാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് BSc കമ്പ്യൂട്ടർ സയൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc IT അല്ലെങ്കിൽ BCA BE കമ്പ്യൂട്ടർ സയൻസ്, BTech MCA MSc ME കമ്പ്യൂട്ടർ സയൻസ്, MTech MSc IT തുടങ്ങിയ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. എക്സാമിനേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുമില്ല. മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത് ഇൻ്റർവ്യൂ വഴിയാണ് നിങ്ങൾക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആദ്യം ഒരു പ്രിലിമിനറി ഇൻ്റർവ്യൂ ഉണ്ടാവും, അതിനുശേഷം ഒരു ഫൈനൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. രണ്ട് ഇൻ്റർവ്യൂ ആയിരിക്കും ഇതിലേക്ക് ഉണ്ടാവുക. നിങ്ങളുടെ SSLC അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി നിങ്ങളുടെ ഏത് ക്വാളിഫിക്കേഷനാണുള്ളത് അതിൻ്റെയൊക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രിലിമിനറി ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ സ്കോറും കാര്യങ്ങളൊക്കെ വരിക. അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഫൈനൽ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ലഭിക്കുക. നിങ്ങൾക്ക് പ്രിലിമിനറി ഇൻ്റർവ്യൂയുടെ മാർക്കിൻ്റെ 1:3 റേഷ്യോ വെച്ചിട്ടായിരിക്കും ഇതിലേക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂവിൻ്റെ സെൻറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് പ്രിലിമിനറി ഇൻ്റർവ്യൂ നടക്കുക ക്യാമ്പസ് ഓഫ് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് കോർട്ട് ഓഫ് ഡിസ്ട്രിക്ട് കൺസേൺഡ് ഓർ എനി അതർ പ്ലേസ് മേ ബി ഡിസൈഡഡ് ബൈ മദ്രാസ് ഹൈക്കോർട്ട്. ഇതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇൻ്റർവ്യൂ അതുപോലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവരുടെ വെബ്സൈറ്റിലേക്കത്തേക്ക് മദ്രാസ് ഹൈക്കോടതി വെബ്സൈറ്റിലായിരിക്കും അവർ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.